ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ള 12ാമത്തെ ചാപ്റ്ററാണ്. മാർക്കറ്റിംഗ് എന്ന ചാപ്റ്റർ അവസാനിച്ചു. ഒരു വലിയൊരു ചാപ്റ്ററായിരുന്നു, അത് അവസാനിച്ചു. നെക്സ്റ്റ് 12ാമത്തെ ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അഥവാ ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മൾ ഇന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിക്വയർമെൻറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് എൻഡ് വിത്ത് ദെയർ സാറ്റിസ്ഫാക്ഷൻ. ഏതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. സോ ഹീസ് കൺസിഡേർഡ് ആസ് ദ കിങ് ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കണോമി. ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമിയിൽ കിങ് അല്ലെങ്കിൽ രാജാവായിട്ടാണ് കൺസ്യൂമറിനെ കണക്കാക്കുന്നത്. ദ ഏർലിയർ അപ്രോച്ച് ഓഫ് കാവിയറ്റ് എംപ്റ്റർ വിച്ച് മീൻസ് ലെറ്റ് ദ ബയ്യർ ബിവെയർ ഈസ് നൗ ചേഞ്ച്ഡ് ടു കാവിയറ്റ് വെണ്ടർ മീൻസ് ലെറ്റ് ദ സെല്ലർ ബിവെയർ. അതായത് ഓൾഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാവിയറ്റ് എംപ്റ്റർ എന്നായിരുന്നു. അതായത് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഉപഭോക്താവ് അല്ലെങ്കിൽ ബയ്യറാണ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധ കൊടുക്കേണ്ടതെന്നായിരുന്നു പഴയകാല കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ കോൺസെപ്റ്റ് മാറിയിട്ട് ലെറ്റ് ദ സെല്ലർ ബിവെയർ എന്നായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അതായത് കാവിയറ്റ് വെണ്ടർ എന്ന രീതിയിൽ എന്തായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് സെല്ലറാണ് എല്ലായ്പ്പോഴും ഇവിടെ എന്ത് കൊടുക്കേണ്ടത്? ബിവെയർ ചെയ്യേണ്ടത്. ഉൽപ്പന്നം വിൽക്കുന്ന സെല്ലറാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മാറേണ്ടത്, അല്ലെങ്കിൽ സെല്ലറാണ് കൂടുതൽ ബിവെയർ ചെയ്യേണ്ട വ്യക്തി എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അഭ്യസ്തവിദ്യരായ കൺസ്യൂമറാണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമറെ സംബന്ധിച്ച് നിരവധി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ തൻ്റെ ഉൽപ്പന്നം തന്നെ ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലർ എന്ത് ചെയ്യണം? സെല്ലർ ഷുഡ് ബി ബിവെയർ ഓഫ് ദ കൺസ്യൂമർ. അതായത് കൺസ്യൂമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സെല്ലർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ടുഡേയ്സ് വേൾഡിൽ കാവിയറ്റ് വെണ്ടർ എന്നതിനാണ് പ്രാധാന്യം. ലെറ്റ് ദ സെല്ലർ ബിവെയർ എന്നതിനാണ് പ്രാധാന്യം. സോ വിത്ത് ദ ഗ്രോയിങ് കോമ്പറ്റീഷൻ ആൻഡ് ഇൻ അറ്റംപ്റ്റ് ടു പുഷ് അപ്പ് ദ സെയിൽസ് ആൻഡ് ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ, businessmen indulge in unscrupulous, exploitative and unfair trade practices. അതായത് മാർക്കറ്റിലുണ്ടാകുന്ന വളർന്നു വരുന്ന കോമ്പറ്റീഷനും അതുപോലെ തന്നെ അറ്റംപ്റ്റ് ടു പുഷ് അപ്പ് ദ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന അറ്റംപ്റ്റ് മുഖാന്തരം ഓർ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ, ബിസിനസ്മാൻ ഇൻഡൽജ് ഇൻ അൺസ്ക്രൂപ്പുലസ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്? നിയമവിരുദ്ധമായതും ചൂഷണവിധേയമായതും അൺഫെയർ ട്രേഡായിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സച്ച് അൺഫെയർ പ്രാക്ടീസസ് ഇൻക്ലൂഡ് സപ്ലൈ ഓഫ് ഡിഫക്റ്റീവ് ആൻഡ് അൺസേഫ് പ്രൊഡക്ട്സ്. അതായത് മോശമായ വസ്തുക്കൾ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അൺസേഫ് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുക, അഡൾട്ടറേഷൻ നടപ്പിലാക്കുക, അല്ലെങ്കിൽ മായം കലർത്തുക എന്ന് പറയും. ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, തെറ്റായതും നെഗറ്റീവായിട്ടുള്ളത് അഡ്വർടൈസ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക, ഹോർഡിംഗ് അഥവാ പൂഴ്ത്തിവെക്കൽ, ബ്ലാക്ക് മാർക്കറ്റിംഗ് അഥവാ കരിഞ്ചന്ത, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. സോ ദർ അറൈസസ് എ നീഡ് ഫോർ പ്രൊവൈഡിംഗ് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് എഗെയിൻസ്റ്റ് സച്ച് പ്രാക്ടീസസ് ഓഫ് ദ സെല്ലേഴ്സ്. സെല്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള പ്രാക്ടീസസിൽ നിന്നും കൺസ്യൂമേഴ്സിന് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. സോ ദർ അറൈസസ് എ നീഡ് ഫോർ പ്രൊവൈഡിങ് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് എഗെയിൻസ്റ്റ് സച്ച് പ്രാക്ടീസസ് ഓഫ് ദ സെല്ലേഴ്സ്. സെല്ലേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള പ്രാക്ടീസസിൽ നിന്നും കൺസ്യൂമേഴ്സിന് ആഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. സെല്ലറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എക്സ്പ്ലോയിറ്റേഷൻ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അൺസ്ക്രൂപ്പുലസ് ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അൺസേഫ് ആയിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാം, അഡൾട്ടറേഷൻ ഉണ്ടാകാം, അതുപോലെ തന്നെ തെറ്റായ അഡ്വർടൈസിങ് പ്രൊവൈഡ് ചെയ്യാം, ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ടാകാം. ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം മാൽ പ്രാക്ടീസസ് ആണ്. ഈ മാൽ പ്രാക്ടീസസിനെ അവോയ്ഡ് ചെയ്യാൻ ഉപഭോക്താവിന് സംരക്ഷണം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് അത്യാവശ്യമാണ്. സോ അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ഈ ഭാഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഫേഴ്സ് ടു ദ അഡോപ്ഷൻ ഓഫ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് എഗെയിൻസ്റ്റ് ദ അൺസ്ക്രൂപ്പുലസ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി. ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അൺസ്ക്രൂപ്പുലസ്, നെഗറ്റീവായതും അതുപോലെ തന്നെ നിയമവിരുദ്ധമായതും ചൂഷണ വിധേയമായതും അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ നിന്നും
കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഏർലിയർ അപ്രോച്ച് ഓഫ് കാവിയറ്റ് എംപ്റ്റർ വിച്ച് മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ ഈസ് നൗ ചേഞ്ച്ഡ് ടു കാവിയറ്റ് വെണ്ടർ, ദാറ്റ് മീൻസ് ലെറ്റ് ദ സെല്ലർ ബിവെയർ. കാവിയറ്റ് എംപ്റ്റർ എന്നുള്ള അപ്രോച്ച് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ എന്തായി, കാവിയറ്റ് എംപ്റ്റർ അഥവാ ലെറ്റ് ദ സെല്ലർ ബിവെയർ എന്ന കോൺസെപ്റ്റിലേക്ക് ചിന്താഗതി മാറി. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? വാട്ട് ആർ ദ റീസൺസ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ റീസൺസ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, സെക്കൻഡ് വൺ പറയുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ചീറ്റിംഗ്, തേർഡ് വൺ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഫോർത്ത് വൺ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മൊണോപ്പൊളി. നമുക്ക് ഓരോന്നിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. എന്താണ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് നോക്കാം. ഫിസിക്കൽ പ്രൊട്ടക്ഷൻ മീൻസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ പ്രൊഡക്ട്സ് ദാറ്റ് ആർ അൺസേഫ് ഓർ ഡേഞ്ചറസ് ടു ദ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വിരുദ്ധമായതും അപകടകരമായതും അൺസേഫുമായിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള ഒരു കൺസ്യൂമറുടെ അവകാശം, അതാണ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് തോന്നുന്നത്. ഫിസിക്കൽ പ്രൊട്ടക്ഷൻ മീൻസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ പ്രൊഡക്ട്സ് ദാറ്റ് ആർ അൺസേഫ് ഓർ ഡേഞ്ചറസ് ടു ദ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറുടെ വെൽഫെയറിനോ അല്ലെങ്കിൽ ക്ഷേമത്തിനോ ആരോഗ്യത്തിനോ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നും സംരക്ഷണം കിട്ടാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം, അതിനെയാണ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് പറയുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ചീറ്റിംഗ്. ചീറ്റിങ്ങിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള റൈറ്റ്. ദാറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിസപ്റ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഡിസപ്റ്റീവ് ആയതും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിൽ നിന്നും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശത്തിനെയാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ചീറ്റിംഗ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിസപ്റ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഡിസപ്റ്റീവ് ആയതും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിൽ നിന്നും സംരക്ഷണം നേടാനുള്ള അവകാശത്തിനെയാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ചീറ്റിംഗ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. എന്താണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക സംരക്ഷണം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ദാറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഫക്ട്സ്. അതായത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഫക്റ്റ്. പാരിസ്ഥിതിക സംരക്ഷണം ആവശ്യമാണ്. അതായത് താൻ ജീവിക്കുന്ന പരിസ്ഥിതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക ചൂഷണത്തിനെതിരായി പ്രവർത്തിക്കേണ്ടതും അതുപോലെ പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ കോട്ടം തട്ടുന്നതായിട്ടുള്ള പ്രൊഡക്റ്റുകളെ അവോയ്ഡ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നുള്ളത് ഒരു ഗവൺമെൻറ് പോളിസിയായിട്ട് ഏറ്റെടുക്കുകയും അതിലൂടെ പ്ലാസ്റ്റിക്കിനെ പതിയെ മാർക്കറ്റിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായത്. സോ these ecological and environmental effects also the role of consumer protection. അതായത് പരിസ്ഥിതിക്ക് കോട്ടമില്ലാത്ത രീതിയിലും ഭൂമിയുടെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള സംവിധാനത്തിന് വിരുദ്ധതയില്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ അതിൻ്റെ അവകാശമാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഫക്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇക്കോളജിക്കൽ ആയിട്ടുള്ളതും എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള എഫക്റ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയെടുക്കാനുള്ള അവകാശത്തിനാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഫക്ട്സ്. ഫോർത്ത് വൺ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മൊണോപ്പൊളി. മൊണോപ്പൊളിയിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാനുള്ള അവകാശം. ദാറ്റ് മീൻസ് എന്താണ്? മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിയുടെ കീഴിൽ ഒരു മാർക്കറ്റ് മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് പറയുന്നത്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലോ, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് കുത്തകകൾ അല്ലെങ്കിൽ കുത്തക സാമ്രാജ്യം എന്ന് പറയും. ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈവിൾ എഫക്റ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഈവിൾ എഫക്റ്റ്. മൊണോപ്പൊളി എന്നുള്ളത് ഒരു ഈവിൾ എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. സോ the protection against the evil effects of monopoly is necessary. മൊണോപ്പൊളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈവിൾ എഫക്റ്റുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. സോ ദ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ ഈവിൾ എഫക്ട്സ് ഓഫ് മൊണോപ്പൊളി ഈസ് ദ നെക്സ്റ്റ് റീസൺ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് മൊണോപ്പൊളിയുടെ ഈവിൾ എഫക്റ്റുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത.
കുത്തകകളുടെ ഈവിൾ എഫക്റ്റുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത. കുത്തകകൾ ക്രിയേറ്റ് ചെയ്യുകയും ഈ കുത്തകകളിൽ കൂടെ കൺസ്യൂമറെ വഞ്ചിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മൊണോപ്പൊളി. ഒരു പ്രദേശം മുഴുവനായിട്ട് ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിസിനസ് സ്ഥാപനത്തിൻ്റെയോ അധീനതയിൽ വരുന്ന അവസ്ഥയെ അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് കുത്തകകളായിട്ട് മാറുകയും സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ ഈവിൾ എഫക്ട്സ് ഓഫ് മൊണോപ്പൊളി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 റീസൺസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ 4 റീസൺസ് എന്ന് പറയുന്നത്. ഒന്ന്, ഫിസിക്കൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ചീറ്റിങ്ങിൽ നിന്നും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മൊണോപ്പൊളിയിൽ നിന്നും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 4 എണ്ണമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ റീസൺസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടപ്പിലാക്കാൻ വേണ്ടി 1986 ഒരു ആക്ട് ഡെവലപ്പ് ചെയ്തു. ഈ ആക്ടിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ ഹിസ്റ്ററിയിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു നാഴികക്കല്ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. 1986 വന്നിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നാഴികക്കല്ലാണിത്. So it is a comprehensive act which provides for the protection of consumer rights and redressal of consumer disputes. ഈ ആക്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് കൺസ്യൂമർ റൈറ്റുകൾ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെ പറ്റിയിട്ടും ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടാണിത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് റിഡ്രസൽ ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സുകൾ റിഡ്രസൽ ചെയ്യുകയും കൺസ്യൂമർ റൈറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് ആക്റ്റാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ആൾ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസ്, ബിഗ് ഓർ സ്മാൾ, വെദർ ഇൻ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ ഓർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ, വെദർ എ മാനുഫാക്ചറർ ഓർ എ ട്രേഡർ ആൻഡ് വെദർ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസുകൾക്കും അപ്ലിക്കബിൾ ആണ്. ബിഗ് എൻ്റർപ്രൈസ് ആകാം, സ്മാൾ എൻ്റർപ്രൈസസ് ആകാം, വെദർ ഇൻ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിലുള്ളതോ പബ്ലിക് സെക്ടറിലോ ഉള്ള ബിഗ് എൻ്റർപ്രൈസുകളാകാം, സ്മാൾ എൻ്റർപ്രൈസുകളാകാം, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബിഗ് എൻ്റർപ്രൈസുകളാകാം, സ്മാൾ എൻ്റർപ്രൈസുകളാകാം, വെദർ എ മാനുഫാക്ചറർ ഓർ എ ട്രേഡർ, ഒരു മാനുഫാക്ചറർക്ക് അപ്ലിക്കബിൾ ആകാം, ഒരു ട്രേഡർക്കും അപ്ലിക്കബിൾ ആകാം, ആൻഡ് വെദർ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ടതും ആകാം. സോ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ആൾ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസ്. എല്ലാ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസുകൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണിത്. ബിഗ് ഓർ സ്മാൾ, വലുതാകാം ചെറുതാകാം, വെദർ ഇൻ ദ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിൽ പെടുന്നതാകാം, പബ്ലിക് സെക്ടറിൽ ഉൾപ്പെടുന്നതാകാം, ഓർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ, കോപ്പറേറ്റീവ് സെക്ടറിൽ ഉൾപ്പെടുന്നതാകാം, വെദർ എ മാനുഫാക്ചറർ ഓർ എ ട്രേഡർ, ഒരു മാനുഫാക്ചറർ ആകാം അല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാം, ആൻഡ് വെദർ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ടതും ആകാം. അതിനാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതൊരു കോംപ്രിഹെൻസീവ് ആക്റ്റാണ്. അത് കൺസ്യൂമർ റൈറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സുകൾ റിഡ്രസൽ ചെയ്യുന്ന ഒരു ആക്റ്റാണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ആൾ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസ്, എല്ലാ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസുകൾക്കും അപ്ലിക്കബിൾ ആണ്. വെദർ ബിഗ് ഓർ സ്മാൾ, ബിഗ് എൻ്റർപ്രൈസുകളാകാം, സ്മാൾ എൻ്റർപ്രൈസുകളാകാം, വെദർ ഇൻ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറോ പബ്ലിക് സെക്ടറിലോ ഉൾപ്പെടുന്നതാകാം, ഓർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ ആകാം, വെദർ എ മാനുഫാക്ചറർ ഓർ എ ട്രേഡർ, ഒരു മാനുഫാക്ചറർ ആകാം അല്ലെങ്കിൽ ട്രേഡർ ആകാം, ആൻഡ് വെദർ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ടതും ആകാം. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നതും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986ൻ്റെ റീസൺസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണെന്ന് പറഞ്ഞു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ റീസൺസ് പറഞ്ഞു, കൂടാതെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ട് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ.
എല്ലാവരും വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.